ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് CK Gamer. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് കാണുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തുടങ്ങാം. എങ്ങനത്തെ പ്ലെയർ ആണെന്നാവോ? നല്ല പ്ലെയർ ആയാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷെ ബോട്ടാവരുത്, അത് എൻ്റെ ഒരു പ്രതീക്ഷയാണ്. ബോട്ടാവുമോ ഇല്ലേ? നല്ല പ്ലെയർ ആണോ 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 എടാ, അവനെ എലിമിനേറ്റ് ആയോ? ആയി ബോട്ട്. എടാ, പക്ഷെ ബാറ്റൊക്കെ കാണുമ്പോൾ നല്ല പ്രോവിനെ പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത മാച്ച് തുടങ്ങാം. ഒരു ബോട്ട് കിടാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ടുള്ള ആൾക്കാർ താങ്ക് യു. അപ്പോൾ പ്രോ ആണ് തോന്നുന്നു. ഇതൊക്കെ ബാറ്റും അതൊക്കെ കാണുമ്പോൾ എന്താണെന്നാവോ. ബോട്ടാണെങ്കിൽ എന്താ ചെയ്യുക. ഓൾഡ് പ്ലെയർ ആണ് കേട്ടോ, അത് ഓൾഡ് പ്ലെയറാണ്, അത് ഉറപ്പ് ഓൾഡ് പ്ലെയറാണ്. അപ്പോൾ നമ്മൾക്ക് മാച്ച് കാത്തിരുന്ന് കാണുക. നിങ്ങളിത് കാണുക. ഇനി നമ്മൾക്ക് മുമ്പിൽ ഒരു പ്രോ ആണ് വന്നിരിക്കുന്നത്. ഞാൻ അത്രയും ബോട്ടുമല്ല പ്രോവുമല്ല, ഞാൻ മീഡിയം റേഞ്ച് പ്ലെയറാണ് ഗായ്സ്. ഞാൻ മീഡിയം പ്ലെയറാണ്. കസ്റ്റം ചെയ്യാനുള്ളവർക്ക് കസ്റ്റം വരാം. ഓക്കെ, കസ്റ്റം ആവശ്യമുള്ളവർക്ക് കസ്റ്റമിന് വരാം. എൻ്റെ ഈ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ നിങ്ങൾ കസ്റ്റം ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, കസ്റ്റം ഉണ്ടാക്കിയിട്ടല്ല, നിങ്ങളുടെ UID ഇതാ, ഞാനത് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, കസ്റ്റം ഉണ്ടാക്കി കളിക്കാതെ ലോൺ വുൾഫ് തന്നെ ഡുവൽസ് വയ്ക്കാം. ഓക്കെ, പ്രോസും ആട്ടോ, മീഡിയം റേഞ്ചും പ്രോസും ഓൾഡ് പ്ലെയേഴ്സും ഇതൊക്കെ വന്നു. ഞാൻ ഓൾഡ് പ്ലെയേഴ്സിനൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഏട്ടനൊരു ഓൾഡ് പ്ലെയറാണ്, അപ്പം ഞാൻ ഏട്ടനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ചെക്കൻ എന്താ കാണിക്കുന്നു? കൊന്നു. 2 ബുള്ളറ്റും കൂടി ചത്തു. പാവം, വല്ല ഹെഡ് ഷോട്ടൊക്കെ അടിക്കാൻ പറഞ്ഞ് നിൽക്കുകയായിരിക്കും. തലയ്ക്ക് വെച്ചിട്ട് റീക്വൽ കൊടുത്തിട്ട് പറഞ്ഞിട്ട്. എന്നാലും അവൻ്റെ പോയി. ചെയ്യും ഗായ്സ്, ഞാൻ അത്രയും പ്രോ ആയിപ്പോയി. പ്രോ അല്ല കേട്ടോ, മീഡിയം റേഞ്ച്. എല്ലാവർക്കും അറിയാം ഞാൻ മീഡിയമാണ്. AW എടുത്തിരിക്കുന്ന ചെക്കൻ, AWM. പിന്നെ ഇതിലത്തെ ഇനി നാളെയോ മറ്റന്നാളോ ഞാനിതിൽ എന്താ പറയുക, BGMൻ്റെ വീഡിയോ ഞാൻ BGM കളിക്കാറുണ്ട്. 18 ലെവലായിട്ടുള്ളൂ, അത്രയും നൂപ്പൊന്നും അല്ല കേട്ടോ, മീഡിയം ലെവൽ പ്ലെയർ. ഓക്കെ, ഞാൻ പോവാം. ഇല്ല പിന്നെ ഓക്കെ. എടാ, ഇവനെ ഇപ്പടിയും വന്നോ? എടാ സ്കിന്നൊക്കെ ഉണ്ടോ? ടോപ്പ് ഏജുണ്ടേ. ലോളിങ് ആയിട്ടുണ്ടാവുമോ ആർക്കറിയാം. തലയ്ക്ക് കൊണ്ടില്ല. എടാ, കുഴപ്പമില്ല, ഈ റൗണ്ട് ജയിച്ചിരിക്കും. UMP എടുക്കാം. എസ്കെസ് വേണ്ട, UMP തന്നെ എടുക്കും ഞാൻ. UMP എടുക്കാം. പിന്നെ കസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ കുത്തിപ്പിടിക്കൽ ഒരിക്കലും നടക്കില്ല ഗായ്സ്. പ്ലീസ്, കുത്തിപ്പിടിക്കൽ വേണ്ട. അപ്പോൾ ഞാനൊന്നുകൂടി പറയുന്നു, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും പറയാനില്ല, അനിമയാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുക. അയ്യോ പെട്ടു. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ എന്തൊക്കെയാ, പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ BGMൻ്റെ വീഡിയോസ് നാളെ മുതൽ വരും. പിന്നെ BGMൻ്റെ വീഡിയോ വരും, ഫ്രീ ഫയറിൻ്റെ വരും.
എന്താ റാങ്ക് പുഷിൻ്റെ CS റാങ്ക് പുഷിൻ്റെ വീഡിയോസ് ആർക്കൊക്കെ വേണം വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ തന്നെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഞാൻ ഇടാം. അടുത്ത BGMI വീഡിയോ കഴിഞ്ഞിട്ട് ഇടാം. ഇവനെടുക്കുമോ? അടിച്ചു വെച്ച് ഞാൻ അടുത്ത റൗണ്ട് അവൻ എന്നെ എന്ത് ചെയ്താലും അടിച്ചു. അടുത്ത റൗണ്ട് അവൻ എന്നെ ഫ്രണ്ടാക്കാൻ വരും. അപ്പോൾ ഞാൻ ഫ്രണ്ടാക്കും. അപ്പോൾ ഞാൻ അവന് എന്തായാലും ഇമോട്ട് ഇടുമല്ലോ. എന്നാൽ എനിക്ക് ഇമോട്ട് ഉണ്ടാവും, ടോപ്പ് ചെയ്യും. അപ്പോൾ അവനെ ഞാൻ എന്തായാലും കൊല്ലും മോനെ. ഞാൻ എന്താ ചെയ്യട്ടെ, ഫസ്റ്റ് അവൻ്റെ ഒപ്പം ഞാൻ ഫ്രണ്ടാവും. ഓക്കെ, ഫ്രണ്ടാവാൻ ഫ്രണ്ടാണ്ട് ഇമോട്ട് ഇട്ടറാ സൺബാത്ത് ഇമോട്ട്. ഞാൻ അവൻ്റെ തലയിൽ എയിം വെച്ചിട്ട് കണ്ണുപിടിക്കാം. എന്നിട്ട് തലയിൽ എയിം വെക്കാം. വെച്ചു. പോടാ പട്ടി, പോടാടുന്നു. മലയാളിയാണോന്ന് എനിക്കറിയില്ല. തീർത്ത് ഇനി അവൻ എന്നെ 4ാമത്തെ റൗണ്ട് തോൽപ്പിക്കാത്ര എന്താവും അറിയില്ല, ആർക്കറിയാം. നമുക്ക് എൻ്റെ 98ആണ്. ഞാനിത് ഹോണർ സ്കോർ കൂട്ടാൻ വേണ്ടിയിട്ടത് ഇത് ഈ 2 മാച്ച് 100ആയി. അപ്പോൾ എടാ ഇല്ല, മൂഞ്ചിട്ടില്ല. അടിയാ ഹെഡ് ഷോട്ടറോ. ലോലിമോട്ട് ഞാൻ പറഞ്ഞില്ല, ഇവൻ ടോപ്പ് ലോലിമോട്ടൊക്കെ ഉണ്ടാവുന്നു. നോക്കാം. ഡോണ്ട് ഗിവ് അപ്പ് എന്നല്ലേ ഞാൻ ഈ റൗണ്ട് ഞാൻ ജയിച്ചു വെച്ചാൽ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. അയ്യോ ഗ്ലൂടെ ഹീലായിട്ടെ. ഞാൻ 3 ഗ്ലൂ അപ്പോൾ 3 ഗ്ലൂ കൊണ്ട് ഹീല് കിട്ടും. പോടാ അവിടെ നിന്ന് ഇനി ലാസ്റ്റ് റൗണ്ടാണ്. ആ സ്നൈപ്പർ എടുക്കുമ്പോൾ എന്തായാലും ലോങ് റേഞ്ച് അടിക്കുന്ന തോന്നുന്നത്. എന്തായാലും ഞാൻ മാക്സ് 7 എടുക്കാം. അപ്പോൾ ഷോർട്ട് റേഞ്ചിൽ വന്നു വെച്ചാൽ പറഞ്ഞിട്ട് കൊടുക്കാം. എന്താ പൊക്കങ്ങാവാം. അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. അവിടെ എവിടെ ഞാൻ വിചാരിച്ച പോലെ തന്നെ. വേണ്ട കുത്തിപ്പിടിക്കാം. എടാ നീ ഫ്ലാഷ് ഫ്രീസ് തേങ്ങ. ഓക്കെ, അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ തേങ്ങ കുഴപ്പമില്ല. നമ്മൾക്ക് ഇനി എന്താ സീസ് റാങ്ക് കളിക്കാം. സീസ് റാങ്ക്. അപ്പോൾ ഓക്കെ, ഓൺ സ്കോർ എത്രയായി? ഓക്കെ 100 98. ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ ചെയ്യുക പ്ലീസ് ഗൈസ്, ചെയ്യുക. നല്ല പ്ലെയേഴ്സാണ് കേട്ടോ ടീമിലൊക്കെ. ഞാൻ തട്ടാലും എനിക്കൊരു പ്രശ്നമില്ല, അവരെടുക്കുമല്ലോ. പോയി നോക്കാം, കളിക്കാം. ഷെർവാട്ട് എനിമിയുടെ ലൊക്കേഷൻ എക്സ്പോർട്സ്. ഈ തേങ്ങ ഇവിടെ കുറേ ബോംബേഴ്സ് ഇല്ലേ. ഈ ലൊക്കേഷൻ എക്സ്പോർട്സ് ഇല്ലേ, ക്ലൂ അത് വെച്ചിട്ടൊക്കെ കളിക്കും. അയാളെ ഗണ്ണെടുക്കില്ല. അയ്യോ തേങ്ങ. ഇതിന് ഹെൽപ്പ് കൊടുക്കാമല്ലേ, 4 നമ്പറിന് കൊടുക്കാം. ഹെൽപ്പ് മീ കൊടുക്കാം. അടുത്ത റൗണ്ട് എനിക്ക് ഹെൽപ്പ് ആണെന്നില്ലെങ്കിൽ ഞാൻ അതിനെ കയറിയത് കൊണ്ട്
കൊല്ലൂടാ കേട്ടാ. മൈക്കോണാക്കിട്ടിരുന്നാലും ഓക്കെ. അപ്പുറത്ത് 1 നമ്പറിനോട് എനിമിയുണ്ട്. ഇവിടെ എനിമിയുണ്ട്. അതാ ചാടിക്കയറി. ഇവിടെ എങ്ങനെയാണ് ചാവാത്ത? 22 ഒരു 18 പിന്നെ 110. എങ്ങനെയാണ് ആവാത്തത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഈ ഫ്രീ ഫയറിൻ്റെ ഒരു പേരിനെ മാറ്റം. ഗ്ലിച്ച് ഫയർ. ഇത് തന്നെ ഈ ചങ്ങനെ പ്രോ ഏതാ സോണിൻ്റെ അതേ കൂടെ പോയിട്ട് വന്നിരിക്കുക. അതാ ഡബിൾ ടേക്ക് ഡൗൺ, ട്രിപ്പിൾ ടേക്ക് ഡൗൺ ആവുള്ളൂ. നോക്കാം ഇവനെ ജയിക്കാൻ പറ്റുമോ. എടാ 1v1 സിറ്റുവേഷൻ. അടിക്ക്. സാന്റിനോ യൂസ് ചെയ്തു. ചെക്കൻ്റെ ബുദ്ധി ഹീൽ ചെയ്യാനുള്ളത്. ഓക്കെ, എന്താ ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്നു. ഓക്കെ എന്തൊക്കെയൊക്കെ ചാടുന്നുണ്ട്, അടിക്കുന്നുണ്ട്, വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അടിക്കോ. ചാടാ. Triple takedown boy. 1v3 situation handled by Hollywood Psych. That's 1 number. പാട്ട് ഞാൻ വെക്കുന്നില്ല, കോപ്പിറൈറ്റ് വരും. ഒരു കോപ്പിറൈറ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി 3 കൂടി കിട്ടി വെച്ച് പോയില്ലേ, അതാണ്. ഓക്കെ, എന്താകും നോക്കാം. നമ്മൾക്ക് ഞാൻ ബാക്ക് എടുത്തിട്ടുണ്ട്. നല്ല പ്ലെയേഴ്സ് കേട്ടോ, എന്നാലും ബോട്ടല്ല. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഗെയിം പ്ലേ കാണും. ഞാൻ വോയിസ് ഓവർ കുറച്ച് നേരം നിർത്താം. ഈ മാച്ച് കണ്ടു ഞാൻ നോക്കായി വെച്ചാൽ പിന്നെ എന്താ പറയാം. ഓക്കെ, തുടങ്ങാം. നോക്കേടാ. 4 നമ്പർ 4 നമ്പർ വന്നിരിക്കുന്നു രക്ഷകനായി. 4 നമ്പർ രക്ഷകൻ. ഇവിടെ ഞാൻ 2 പേരെ നോക്കിയില്ലേ, അതുണ്ട്. നോക്കായിട്ട് എനിക്കെന്താ ഗില്ലിട്ടത്തെ. അപ്പോൾ ഞാൻ MB40 എടുക്കാം. 2 ഷോർട്ട് റേഞ്ച് ഗണ്ണും കൂടി ഞാൻ പോവുകയാണ്. G36 വേണ്ട. എടാ, പിന്നെ ഞാനിത് 4ാമത്തെ പ്രാവശ്യം പറയുന്നത് തോന്നുന്നു. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു CS റാങ്കിൻ്റെ മാച്ച്. ഇനി ആർക്കൊക്കെ CS റാങ്കിൻ്റെ മാച്ചുണ്ട് അവരൊക്കെ കമൻറ്റ് ചെയ്യുക. അവിടെ ഈ ചെയ്യുന്ന അയ്യോ എൻ്റെ നെറ്റ് പോയി. വാ നെറ്റ് വാ വന്നോ. അവിടെ ഇതൊരു നല്ല ട്രിക്കാട്ടോ. ഇപ്പോൾ നിങ്ങളുടെ നെറ്റ് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പോയി വെച്ചാൽ തിരിച്ചെവിടെ ഉള്ളത് അങ്ങോട്ട് വരാം. അപ്പം നിങ്ങൾക്ക് നോക്കാം എവിടെയൊക്കെ എനിമീസ് ഉള്ളത്. ഇതുകൊണ്ട് എന്നിട്ട് തിരിച്ച് വന്ന് ഗ്ലിച്ചാവും. ചിലപ്പോൾ ഇങ്ങനെ തിരിച്ച് വരും, അവിടെ തന്നെ വരും. ഓക്കെ, അവിടെ എനിമിയുണ്ട്. ഓക്കെ, 3 മുട്ടയ്ക്ക് പൊട്ടിക്കുമോ ആർക്കറിയാം. 3 മുട്ടയ്ക്ക് പൊട്ടിക്കുമോ. എനിക്കൊരു സ്നൈപ്പർ വേണം. സ്നൈപ്പർ റിക്വസ്റ്റ്. ഇതാണ് ട്രിക്ക്. ഞാൻ ഹെഡ്ഷോട്ട് അടിക്കേണ്ട ട്രിക്കിന് വീഡിയോ ഇട്ടുണ്ട്, ഷോർട്സ്. അപ്പോൾ അത് നിങ്ങൾ പോയി കാണാം. ടിപ്പ് നല്ല ടിപ്പാട്ടോ. പിന്നെ ഇതിൽ ഞാനൊരു സ്നൈപ്പറിൻ്റെ ടിപ്പ് പറയാം. ഇപ്പോൾ ഞാനിവിടെ നിൽക്കണം, സ്കോപ്പ് ചെയ്തു. ഓക്കെ,
എനിമിനെ ചെക്ക് ചെയ്തു, അവിടെ എന്ത് തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഫയർ ചെയ്തു. അപ്പോൾ അവനങ്ങോട്ട് ഫ്രണ്ടിൽ കാടി വെച്ചാൽ അവനെന്തായാലും വരും. അപ്പോൾ ഞാനിങ്ങോട്ട് സൈഡിലേക്ക് പോയി. അപ്പോൾ അവിടെ എനിക്ക് എനിമിനെ കണ്ടു. അപ്പോൾ അവൻ്റെ തല അവിടെ ഉണ്ട്, പക്ഷേ അവൻ്റെ എയിമിൽ റെഡ് വരുന്നില്ല. അപ്പോൾ എന്നാലും ഞാൻ ഫയർ ചെയ്തപ്പോൾ ഹെഡ് ഷോട്ട് അടിച്ചു. ഇപ്പോൾ ഇങ്ങനത്തെ ഗ്ലിച്ച് കുറേ ഇതിലൊക്കെ ഉണ്ടാവാറുണ്ട്. അവരെന്താ പറയുക, ഈ എല്ലാപ്പോഴും അവൻ്റെ തലയ്ക്ക് എയിമായിരിക്കും, പക്ഷേ അവർ റെഡ് ഡോട്ട് കാണിക്കില്ല. എത്രേ ഉള്ളൂ, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇതാണ് എൻ്റെ ടിപ്പ്. ബൈ ബൈ. ഇറ്റ്സ് ദി കെ ഗെയിമർ. സബ്സ്ക്രൈബ് ചെയ്യുക.